മനോരമയുടെ അംഗീകാരം അല്ലെങ്കിൽ മനോരമയുടെ കൈവപ്പ് വി ഡി സതീശനാണ് എന്ന് വരുത്താനുള്ള ഒരു ശ്രമവും കൂടി ഉണ്ട് എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഇത് പറയുമ്പോൾ നമ്മൾ ഒരു കാര്യം ഓർക്കണം, ഈ ന്യൂസ് മേക്കർ തുടങ്ങിയ കാലത്ത് ഇതാദ്യം കൊടുത്തത് വി എസ് അച്യുതാനന്ദനായിരുന്നു, പിന്നെ പിണറായി വിജയനായിരുന്നു, ഇടക്കാലത്ത് കാനം രാജേന്ദ്രൻ കൊടുത്തു. എന്നാൽ കെ എം മാണിക്കാവട്ടെ ഉമ്മൻചാണ്ടിക്കാവട്ടെ ഇത് കൊടുത്തിട്ടില്ല. കാരണം മനോരമയെ സംബന്ധിച്ചോളം മാണി സാറിന് ന്യൂസ് മേക്കർ കൊടുക്കേണ്ട ആവശ്യമില്ല, അല്ലാതെ തന്നെ അവരുടെ സ്വന്തം ആളാണ്. ഉമ്മൻചാണ്ടിയെ പിന്നെ പ്രത്യേകം പറയേണ്ടതില്ല. മലയാള മനോരമയിലാണ് അദ്ദേഹം വിദ്യാരംഭം കുറിച്ചത്, ഹരിശ്രീ എഴുതിയത് മനോരമയിലാണ്. അദ്ദേഹത്തിന് കൈവപ്പ് മാത്തുക്കുട്ടി ചായൻ്റെ അന്നമ്മ കൊച്ചമ്മയുടെ ആയിരുന്നു. അതുകൊണ്ട് ഉമ്മൻചാണ്ടിക്ക് പ്രത്യേകിച്ച് ഒരു ന്യൂസ് മേക്കറുടെ ആവശ്യമില്ല. മനോരമ തുടങ്ങിയ കാലം തൊട്ട് മനോരമ ന്യൂസ് മേക്ക് ചെയ്തത് ഉമ്മൻചാണ്ടിക്ക് വേണ്ടിയിട്ടാണ്. ഉമ്മൻചാണ്ടി മരിച്ചതിന് ശേഷം ചാണ്ടി ഉമ്മന് വേണ്ടിയിട്ടും ഇപ്പോൾ അച്ചു ഉമ്മൻ, മറിയ ഉമ്മൻ എന്നിവർക്കും വേണ്ടിയിട്ടാണ്. അതുകൊണ്ട് പുരസ്കാരം കൊടുത്താലും കൊടുത്തില്ലെങ്കിലും വലിയ വ്യത്യാസമില്ല. ഇപ്പോൾ വി ഡി സതീശനെ അംഗീകരിക്കാനായിട്ട് മനോരമ തയ്യാറായിരിക്കുകയാണ്. മനോരമക്കാർക്ക് വേണമെങ്കിൽ പറയാം, ഞങ്ങളുടെ ഇത്ര നാളത്തെ ചരിത്രത്തിൽ ആദ്യമായിട്ട് ഒരു കോൺഗ്രസ്സുകാരന് കൊടുക്കുന്നത് സതീശനാണ് എന്ന് പറയാം. സതീശനത് കൊടുത്തതിൽ എനിക്ക് അഭിപ്രായ വ്യത്യാസമൊന്നുമില്ല, അതേ യോഗ്യനാണ്. ന്യൂസ് മേക്കറല്ല, അതിനേക്കാൾ വലിയ പദവികളും പുരസ്കാരങ്ങളും ഒക്കെ കിട്ടാൻ സർവ അർഹതയുള്ള ആളുമാണ്. പക്ഷേ എനിക്കൊരു ചെറിയ സംശയം, ഈ കഴിഞ്ഞ കൊല്ലത്തെ ന്യൂസ് മേക്കറാണെങ്കിൽ യഥാർത്ഥത്തിൽ അത് രാഹുൽ മാങ്കൂട്ടത്തിനല്ലേ കൊടുക്കുന്നത്. അദ്ദേഹം പ്രശസ്തിയുടെ അത്യുന്നതിയിലേക്ക് കുതിച്ചു കയറുകയും പിന്നെ പെണ്ണ് കേസിൽപ്പെട്ട് ഘട്ടം ഘട്ടമായിട്ട് നിലംപതിക്കുകയും ആദ്യമായിട്ട് കോൺഗ്രസ് ലെജിസ്ലേച്ചർ പാർട്ടിയിൽ നിന്ന് പുറത്താക്കപ്പെടുകയും കോൺഗ്രസിൻ്റെ പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് പുറത്താക്കപ്പെടുകയും അതിനുശേഷവും വലിയ സൈബർ ഗുണ്ടകളെ അണിനിരത്തിക്കൊണ്ട് ഒരു വലിയ യുദ്ധം ഇപ്പോഴും നടത്തിക്കൊണ്ടിരിക്കും. ഇടക്കാലത്ത് അറസ്റ്റ് ചെയ്യപ്പെടുകയും ജയിലിൽ പോവുകയും പിന്നീട് അവിടെ നിന്ന് തല ഉയർത്തിപ്പിടിച്ച് പുറത്തു വരികയും പിന്നീട് ചാനലുകൾക്ക് അഭിമുഖം കൊടുക്കുകയൊക്കെ ചെയ്യുന്ന വേറൊരു നേതാവിനെ നമ്മൾ കേരള രാഷ്ട്രീയത്തിന് മുമ്പ് കണ്ടു. എൻ്റെ അഭിപ്രായത്തിൽ ഈ ബഹുമതിക്ക് തീർച്ചയായിട്ടും അർഹതയുള്ളത് സതീശനേക്കാളും രാഹുൽ മാങ്കൂട്ടത്തിനാണ്. അതുകൊണ്ട് മാങ്കൂട്ടത്തിനെ പരിഗണിക്കാതിരുന്നതിലുള്ള എൻ്റെ പ്രതിഷേധം ഇവിടെ അറിയിക്കുക.